പ്രൈസ് അലോഡ്. ആവേ മരിയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വലിയ കൃപയാൽ കഴിഞ്ഞ മാസം മെയ് 18-ാം തീയതി പരിശുദ്ധ അമ്മ സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന മെഡ്ജുഗോറിയിൽ പോകാൻ ദൈവം എനിക്കൊരു അവസരം നൽകുകയാണ്. ദൈവാനുഗ്രഹത്താൽ മെഡ്ജുഗോറിയിൽ പോകാൻ സാധിച്ചതും അവിടെ ഞാൻ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരുമിച്ച് മെഡ്ജുഗോറിയിലേക്ക് ഒരു യാത്ര പുറപ്പെടാം. സംഗീത പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം വചനം പറയുന്നു: കർത്താവ് അവന്റെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായിട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മ സ്വർഗം വിട്ടിറങ്ങി വരുന്ന മെഡ്ജുഗോറിയിൽ പോകുക, അവിടെ ഇരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് കർത്താവിനെ ആരാധിക്കുക. ഈ ഒരു ആഗ്രഹത്തെ സമർപ്പിച്ച് ഞാൻ ഒത്തിരി വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 6 കുട്ടികളിൽ ഒരാളായ മിരിയാന സോൾഡോ എന്ന സഹോദരി എഴുതിയ എൻ്റെ ഹൃദയം വിജയം നേടും എന്ന പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം വർദ്ധിക്കാൻ തുടങ്ങി. സുവിശേഷമായി ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു മെഡ്ജുഗോറിയ അനുഭവം ഞാൻ പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2025 മെയ് 18-ാം തീയതി കർത്താവ് എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തന്നു. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, എങ്കിലും കർത്താവ് എല്ലാം ക്രമീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ കർത്താവ് സാധിച്ചു തരിക തന്നെ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എനിക്ക് മെഡ്ജുഗോറിയിൽ പോകാൻ സാധിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് ഫാദർ പ്രസാദ് മേരിയുടെ കൂടെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഏകദേശം 50ഓളം മലയാളികൾ കൂടെ ഉണ്ടായിരുന്നു. പ്രസാദ് മേരി അച്ഛൻ 10ഓളം പ്രാവശ്യം മെഡ്ജുഗോറിയിൽ പോയിട്ടുണ്ട്. മുണ്ടക്കയം സെന്റ് ജോൺ പോൾ സെക്കൻഡ് ദേവാലയത്തിലെ വികാരിച്ചനാണ് പ്രസാദ് അച്ഛൻ. ഒത്തിരി ദൈവാനുഭവം സ്വന്തമാക്കിയിട്ടുള്ള കർത്താവിന്റെ പ്രിയപ്പെട്ട അഭിഷിക്തൻ. ഞങ്ങൾ കുവൈറ്റ് വഴിയാണ് മെഡ്ജുഗോറിയിലേക്ക് പോയത്. ജസീറ ഫ്ലൈറ്റിലാണ് പോയത്. അതിനുശേഷം കുവൈറ്റിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിൽ ഞങ്ങൾ മെഡ്ജുഗോറിയിൽ പോകുന്നു. ആദ്യം ഞങ്ങൾ ചെല്ലുന്നത് ബോസ്നിയയുടെ തലസ്ഥാനമായ സരയോവയിലാണ്. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എയർപോർട്ട് വളരെ ചെറുതാണെങ്കിലും വളരെ മനോഹരമായൊരു എയർപോർട്ട്, ചുറ്റും പച്ചക്കുന്നുകൾ. അതിനുശേഷം ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് മെഡ്ജുഗോറിയ കുന്നുകളിലേക്ക്. പോകുന്ന വഴിയിലെല്ലാം പ്രസാദിച്ച് ഞങ്ങളോട് മെഡ്ജുഗോറിയ അനുഭവങ്ങളെല്ലാം പറഞ്ഞു തന്നു. എന്താണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത? മെഡ്ജുഗോറിയയിൽ അനുതാപത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ അധികം ശബ്ദം ഉപയോഗിക്കരുത്, എല്ലാം വളരെ നിശബ്ദതയിലാണ് ഇവിടെ പ്രാർത്ഥന, എന്നാൽ നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചു. വളരെ മനോഹരമായ പച്ചക്കുന്നുകളും പുഴകളും ചെറിയ ഭവനങ്ങളുള്ള തോട്ടങ്ങളെല്ലാം ഉള്ള പ്രദേശങ്ങൾ. മെഡ്ജുഗോറി ഗ്രാമത്തോട് അടുക്കാറായപ്പോൾ ബസ് ഒരു കുന്ന് കയറുകയാണ്. ഈ സമയത്ത് അച്ഛൻ പ്രത്യേകമായൊരു സന്ദേശം പറയുകയാണ്: നമ്മൾ ഇതാ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കുവാൻ വലിയ സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് വല്ലാത്ത ആകാംക്ഷയായി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസ സ്ഥലത്തെത്തുകയാണ്. ഏകദേശം 15 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവർ, വ്യക്തിപരമായി എനിക്ക് വല്ലാത്ത ഉള്ളിൽ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ ആ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളും പ്രത്യേകിച്ച് സെന്റ് ജെയിംസ് ദേവാലയം എല്ലാം സന്ദർശിക്കുവാൻ. കാരണം ഞാൻ പുസ്തകത്തിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കൊടുത്തില്ല. ശരീരത്തിന് വല്ലാത്ത ഒരു എനർജി പരിശുദ്ധൻ നൽകിക്കൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി
ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് പോവുകയാണ്. അച്ഛൻ പള്ളി എവിടെയാന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെയുള്ള ഒരു ഗ്രാമവാസിയുടെ സഹായത്തോടെ ആ പള്ളിയിൽ പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിച്ചു. പള്ളിയിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, പള്ളിയിലേക്ക് ഏകദേശം 4-5 വഴികളുണ്ട്. അതിലൂടെ എല്ലാം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രാജ്യക്കാർ, ഭാഷക്കാർ എല്ലാവരും. എന്നാൽ എല്ലാവരും മുഖത്ത് വല്ലാത്ത സന്തോഷം, എന്നാൽ പരിപൂർണ്ണ നിശബ്ദതയാണ്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനേകർ ഇരുന്ന് ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം ദിവ്യസക്രാരിൽ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, അങ്ങ് എന്നോട് കൊണ്ടുവന്നല്ലോ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ ആ ഗ്രോട്ടോയുടെ മുന്നിൽ മുട്ടുകുത്തി ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. അവിടെ അനേകം യൂറോപ്യൻസും അമേരിക്കൻസും എല്ലാം ഉണ്ട്. ഇന്ത്യക്കാർ വളരെ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്കിലും അവിടെയുള്ള ആ വ്യക്തികൾ അനേകർ അവിടെ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മെഴ്ജുകുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർത്തു. അനുതാപത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അഭിഷേകം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ സ്വർഗം വിട്ട് ഇപ്പോഴും ഇറങ്ങി വരുന്ന ആ സ്ഥലത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു, ദൈവത്തിന് മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. ഏതൊരു കഠിന ഹൃദയനും അവിടേക്ക് പോയ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ വ്യക്തി ദൈവസ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. അതിനുശേഷം 5 മണിക്ക് ജപമാല, അതായത് പള്ളിയുടെ ആ വിശാലമായ മൈതാനത്താണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി 5 മണി മുതൽ 6 മണി വരെ ജപമാലയാണ്. അത് വ്യത്യസ്ത ഭാഷയിലാണ്. 6 മണിക്കുള്ള വിശുദ്ധ കുർബാന ക്രൊയേഷ്യൻ ഭാഷയിലാണ്. അതിനുശേഷം 1 മണിക്കൂർ ആരാധനയുണ്ട്. വിശുദ്ധ കുർബാന സമയത്ത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത്, വിശുദ്ധ കുർബാന അനേകർ സ്വീകരിക്കുന്നത് മുട്ടുമേ നിന്നിട്ടാണ്. ഞാൻ കേട്ടിട്ടുള്ളത് യൂറോപ്യൻസിനും അമേരിക്കൻസിനും ഒന്നും അധികം വിശ്വാസമില്ല, ഭക്തിയില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ അവിടെ കണ്ട കാഴ്ച, പൊട്ടിക്കരഞ്ഞിട്ടാണ് പലരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം വചനം പറയുന്നുണ്ട്: ബാലിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്കൊരു സത്യം തിരിച്ചറിയാൻ സാധിച്ചു. അനേകം പാശ്ചാത്യ രാജ്യങ്ങളിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന, ലോകത്തിന് മുന്നിൽ, പാപത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത അനേക ആത്മാക്കൾ ഇന്നും ഉണ്ട് എന്നൊരു സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അവർ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കൂടുതൽ വിളിക്കാൻ തുടങ്ങി. ഞാനും അവരോടൊപ്പം കരയാൻ തുടങ്ങി. ശേഷം 8 മണിയോടുകൂടി എല്ലാം ആ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ പതുക്കെ അവിടെ നിന്ന് പിരിയാൻ തുടങ്ങിയാണ്. എല്ലാവരുടെ മുഖത്തും വലിയ ആനന്ദവും പ്രത്യാശയുമാണ്. അപ്പോഴും കുംസാരിക്കാൻ അനേക മക്കൾ അവിടെ വരി നിൽക്കുകയാണ്. എല്ലാ ഭാഷകളിലും അവിടെ കുംസാരമുണ്ട്. ലോകത്തിന്റെ കുംഭസാരക്കൂടാണ് മെഴ്ജുകുറിയ എന്നുള്ളത് ഞാൻ നേരിൽ കണ്ടുപിടിപ്പെട്ടു. അനേകം ചെറുപ്പക്കാരുകളും അനേകം എന്താ പറയുക, കണ്ടാൽ തന്നെ അറിയാം, ലോകത്തിന്റെ വഴിയിൽ പോയിരുന്ന വ്യക്തികളെല്ലാം അവിടെ കുംസാരിക്കാൻ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ ആത്മീയമായ ഈ ആഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. അവിടെ രാത്രി എത്ര 9 മണി സമയമായാലും അവിടെ സൂര്യൻ തെളിഞ്ഞു നിൽക്കും. എന്നോട് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 8:30 മുന്നേ തന്നെ അവിടെ ഡിന്നറിന് അവിടെ എത്തണം. ഞാൻ പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്ന് എൻ്റെ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് സത്യം തിരിച്ചറിയാൻ സാധിച്ചത്. എനിക്ക് വഴി തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഏത് വഴിക്കാണ് ഞാൻ വന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടതുപോലെ. അവിടുത്തെ ഭാഷയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് അവിടെയുള്ള ഭൂരിഭാഗം വ്യക്തികൾക്കും അറിഞ്ഞുകൂടാ. മറ്റൊരു സത്യം, എൻ്റെ ഹോട്ടലിന്റെ പേര്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് അവിടെ ഉപയോഗിക്കാനുള്ള സംവിധാനം എൻ്റെ മൊബൈലിൽ ഇല്ലായിരുന്നു. എല്ലാ വിധത്തിലും ഞാൻ വേദനയിലായി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തണുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. തണുപ്പ് പ്രതിരോധിക്കാനുള്ള വസ്ത്രമൊന്നും ഞാൻ ധരിച്ചിരുന്നില്ല. എനിക്ക് മനസ്സിലായി ഞാൻ വലിയൊരു അപകടസ്ഥിതിയിലാണ്. എൻ്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങല് കടന്നു വരികയാണ്. ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ. യോനാ പ്രവാചകൻ തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചതുപോലെ ഞാനും നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടി നടന്ന് ആ വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആ മധ്യസ്ഥം തേടി ഞാൻ ശക്തിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയത്ത് ഒരു മലയാളിയെ ഞാൻ കാണുകയാണ്. ജപമാലയും ധ്യാനിച്ചുകൊണ്ട്
നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെന്ന് സംസാരിച്ചു. കോട്ടയത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ സഹോദരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണുകൾ തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഉൽപ്പത്തിയുടെ പുസ്തകം 21:19 കർത്താവ് ഹാഗാറിന്റെ കണ്ണ് തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ തുകൽ സഞ്ചി നിറച്ച് വെള്ളം നിറച്ച് അതിന്റെ കുഞ്ഞിന് കൊടുത്തു. ഹാഗാറും കുഞ്ഞും വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ കരച്ചിൽ സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗം ഇറങ്ങി വന്നു. അവൾ മുന്നിലുള്ള ആ കിണറ് ഇതാ കാണുവാൻ തക്കവിധം കർത്താവ് ഹാഗാറിന്റെ കണ്ണ് തുറന്നു. അതവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നപ്പോഴാണ് അവൾക്കത് കാണാൻ സാധിച്ചത്. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ കണ്ണുകൾ തുറന്നു. എനിക്ക് മനസ്സിലായി ഞാൻ പോകേണ്ട വഴി. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് എൻ്റെ ഗ്രൂപ്പിനോട് ചേരാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് എന്നെ വലിയ രീതിയിൽ സഹായിച്ചു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം എന്നെ ആ ദിവസം സഹായിച്ചു. അന്നേ ദിവസം വളരെ സന്തോഷകരമായി ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു, പരസ്പരം പരിചയപ്പെട്ടു. അതിനുശേഷം പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ പ്രത്യക്ഷീകരണ മലയിലേക്ക് പോവുകയാണ്. ഞാൻ ഒത്തിരി കേട്ടിട്ടും വായിച്ചിട്ടുള്ള സ്ഥലമാണ് പ്രത്യക്ഷീകരണ മല. 1981 ജൂൺ 24 ഇവാങ്ക മിരിയാന എന്ന പെൺകുട്ടികൾ, ഏകദേശം 15 വയസ്സ് പ്രായം, ഒരു വെക്കേഷൻ സമയമാണ്. അവർ സാധാരണ സംസാരം കുശല വർത്താനെല്ലാം പറഞ്ഞ് ആ കുന്നിൻ ചെരുവിലൂടെ നടക്കുമ്പോഴാണ് ഈ കുന്നിന്റെ മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് അവർ കണ്ടത്. ആ സ്ത്രീ പതുക്കെ കൈകൾ നീട്ടി അവർ വിളിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ കൈകളിൽ ഒരു കുഞ്ഞുണ്ട്. ഇവാങ്ക പറഞ്ഞു അത് മാതാവാണ്. എന്നാൽ മിരിയാനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട, അപ്പോൾ ആ സമയത്ത് അവിടെ മറ്റു 4 കുട്ടികളും കൂടി അവിടെ ഓടി വന്നു. അവരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോയി. എല്ലാവരും ഓടിപ്പോയി. അതിനുശേഷം പിറ്റേ ദിവസം അവർ അതേ സ്ഥലത്ത് തന്നെ വരികയാണ്. ജൂൺ 25 അവർ മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ കന്യകയാണ്, സമാധാനത്തിന്റെ രാജ്ഞിയാണ്. അതിനുശേഷം അനേകം പ്രാവശ്യം പരിശുദ്ധമ്മ ആ മലയിൽ ആ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആ കുട്ടികളുടെ പേര് മിരിയാന, ഇവാങ്ക, ഇവാൻ, യാക്കോബ്, മരിയ, വിക്ക. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യക്ഷീകരണ മലയിൽ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ശബ്ദമെടുത്തല്ല, നിശബ്ദതയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. അനേകർ അവിടെ കടന്നു വന്ന് ഞാൻ പള്ളിയിൽ കണ്ട അതേ കാഴ്ച അവിടെയും കണ്ടു. അനേകർ ഇരുന്ന് കരയുന്നു, അനേകർ ഇരുന്ന് വചനം ധ്യാനിക്കുന്നു, അനേകർ ഒറ്റയ്ക്കിരുന്ന് ശാന്തമായിരുന്ന് ധ്യാനിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലം. എന്നാൽ പാറക്കല്ലുകളാണ്. എന്നാൽ അന്തരീക്ഷം മുഴുവൻ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ബ്ലൂ ക്രോസിലേക്കാണ്. അവിടെയാണ് അനേകം പ്രാവശ്യം പരിശുദ്ധമ്മ പൊതുപ്രത്യക്ഷീകരണം നടത്തിയ സ്ഥലം. മിരിയാനയ്ക്ക് അവിടെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് ധാരാളം മെസ്സേജ് നൽകിയിട്ടുള്ളത്. കോവിഡിന് മുൻപ് വരെ ആ പ്രത്യക്ഷീകരണം ഉണ്ടായിരുന്നു. അതിന് മുൻപ് പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ ഈ പുതിയ പ്രത്യക്ഷീകരണത്തിലേക്ക് കടന്നു വരികയില്ല. ഇപ്പോൾ ഉള്ളത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളാണ്. ഇപ്പോഴും പരിശുദ്ധമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മരിയ എന്ന സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ 6 കുട്ടികളിൽ ഒരാളാണ് മരിയ. പ്രിയപ്പെട്ടവർ, അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വല്ലാത്ത മാനസികമായ രീതിയിൽ തകർന്നു വന്ന അനേകർക്ക് വലിയ ആശ്വാസത്തിന് സ്ഥലമാണ് മെഡ്ജിഗോറിയ. വലിയ സമാധാനം, വലിയൊരു ആനന്ദം, എന്തോ സ്വർഗത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യാശയിൽ കടന്നു വരുന്ന സകലർക്കും അത് സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യപ്രകാരമാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോകുന്നത് പോലെ ഇവിടെ കാണരുത്. നിങ്ങൾ സ്വർഗത്തിന് പോകുന്ന മുൻപ് സ്വർഗം ഇറങ്ങി വരുന്ന ഈ സ്ഥലത്തെത്താൻ സാധിച്ചത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, മെഡ്ജിഗോറിയയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം, ജനങ്ങളിൽ വലിയ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഞാൻ അവിടെ കണ്ടു. അപ്പോസ്തല പ്രവർത്തനം 2:46 അവർ അനുദിനം ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള വല്ലാത്തൊരു പ്രത്യാശയും ആനന്ദവും ലഭിക്കുന്നത്. അതാണ് ഞാൻ മെഡ്ജിഗോറിയയിൽ കണ്ടത്.
അനേകം വ്യത്യസ്ത ഭാഷക്കാർ, രാജ്യക്കാർ ഏക മനസ്സോടെ ഒന്നു ചേർന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖത്ത് കാണുന്ന പ്രത്യാശ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മ അവിടെ നിശബ്ദമായി ചലിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്റെ കരം ഓരോ കുഞ്ഞുമക്കളുമേൽ വെച്ച് അവരെ യേശുവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവികാരൻ ആരാധന സമയത്തെല്ലാം നിശബ്ദതയിൽ ജനം കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഞാൻ ദൈവത്തെ ഒത്തിരി ആത്മാവിൽ ആരാധിച്ചു. യുവതിയുവാക്കൾ പോലും ദൈവത്തെ തീഷ്ണതയോടെ മഹത്വപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, പ്രിയപ്പെട്ടവരെ. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നയിച്ചത് കുരിശുമലയിലേക്കാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അതിരാവിലെ കുരിശുമല കയറുകയാണ്. അനേകം വ്യക്തികൾ ഗ്രൂപ്പായി കുരിശിന്റെ വഴി ധ്യാനിച്ചുകൊണ്ടാണ് ഈ കുരിശിന്റെ മല കയറുന്നത്. പരിശുദ്ധ അമ്മ മെഡ്ജിഗോഡിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പ്രത്യേകമായൊരു നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ കടന്നു വരികയാണ്. അത് ഗവൺമെന്റ് നിയോഗിച്ചൊരു ഡോക്ടറാണ്. ഈ ഡോക്ടറെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളത് ഈ പ്രത്യക്ഷീകരണം കളവാണ് എന്ന് തെളിയിക്കണം. ഈ ഡോക്ടർ പേര് ഗമോസിന എന്നാണ്. എന്നാൽ ഒരു കത്തോലിക്ക സഹോദരി തന്നെയാണ്, നിരീശ്വരവാദിയാണ്. പരിശുദ്ധ അമ്മ മെഡ്ജിഗോഡിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യുഗോസ്ലാവിയ എന്ന രാജ്യം കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് കീഴിലായിരുന്നു, പ്രിയപ്പെട്ടവരെ. അവിടെ വിശ്വാസത്തിനോ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താനോ ഒന്നും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. സമയത്താണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഡോക്ടർ ഇവരുടെ കൂടെ പ്രത്യക്ഷീകരണ മലയിലെത്തി, കുട്ടികളുടെ കൂടെ. ഈ ഡോക്ടർ ചോദിക്കാൻ തുടങ്ങിയാണ് ഈ കുഞ്ഞുങ്ങൾ വഴിയായി. ആദ്യം ചോദിച്ച പ്രകാരമാണ് പരിശുദ്ധമ്മയോട്, നിങ്ങൾ ആരാണ്? പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ സമാധാനത്തിന്റെ രാജ്ഞിയാണ്. അതിനുശേഷം വീണ്ടും ഇപ്രകാരമാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥലത്ത് വന്നത്? അപ്പോൾ പരിശുദ്ധമ്മ പറയുന്നു, ഇവിടെയുള്ള ജനത്തിന്റെ വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിൻ്റെ ഒരു അടയാളമാണ്, പ്രിയപ്പെട്ടവരെ, 1933 മെഡ്ജിഗോറിയൻ ഗ്രാമവാസികൾ വളരെ കഷ്ടപ്പെട്ട് വലിയൊരു കുരിശ്, ഏറ്റവും വലിയ ഹൈറ്റുള്ള ആ കുന്നിൻമുകളിലേക്ക് ചുവന്നു കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുന്നത്. അത് അവർ വിശ്വാസത്തിന്റെ വലിയൊരു പ്രതീകമായിരുന്നു. അതിനുശേഷം ഈ ഡോക്ടർ വീണ്ടും പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ്, സമാധാനത്തിന്റെ രാജ്ഞി എന്നാണല്ലോ പരിശുദ്ധമ്മ പറഞ്ഞത്. ഈ ഡോക്ടർ ചോദിക്കുകയാണ്, ലോകത്തിൽ അനേകം മതങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? സമയത്ത് പരിശുദ്ധമ്മ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ വഴിയായി. ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പരിശുദ്ധമ്മയെ കാണാൻ സാധിക്കുള്ളൂ. അമ്മ പറഞ്ഞു, ലോകത്തിൽ ഒറ്റ മതവും ഒരു വിശ്വാസമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ്, എനിക്ക് അമ്മയെ ഒന്ന് തൊടാൻ സാധിക്കുമോ? ഈ സമയം കുഞ്ഞുങ്ങൾ വഴിയായി അമ്മ പറഞ്ഞു, കടന്നു വരാൻ പറയൂ. ഈ സമയം ഈ ഡോക്ടർ പരിശുദ്ധ അമ്മയെ സ്പർശിക്കാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ മുകളിലേക്ക് വനമേഘങ്ങളിലേക്ക് പൊങ്ങിപ്പോകുകയാണ്, പ്രിയപ്പെട്ടവരെ. സമയം പരിശുദ്ധ അമ്മ എന്തോ പറഞ്ഞതായി ഈ സഹോദരിക്ക് മനസ്സിലായി. ആ സഹോദരി കുഞ്ഞിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അമ്മ പറഞ്ഞ പ്രകാരമാണ്, അവിശ്വാസികളായ യൂദാസ്മാർ ഇപ്പോഴുമുണ്ട്. ആ വാക്ക് ഈ ഡോക്ടറിനെ പ്രത്യേകമായി ഹൃദയത്തിൽ ഒരു വേദനയായി മാറി. ഈ ഡോക്ടർ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണ്, ഞാനൊരു യൂദാസാണ്. ഞാനൊരു സഭാപൈതലായി ജനിച്ചു, എന്നാൽ കർത്താവിലോ സഭയിലോ ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ വലിയ മാനസാന്തര അനുഭവം ഉണ്ടായി. പരിശുദ്ധ അമ്മ തന്നെയാണ് അവിടെ ഇറങ്ങി വന്നിട്ടുള്ളതെന്ന് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. അതിനുശേഷം ഈ ഡോക്ടർ വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരു സാക്ഷി ജീവിതത്തിലേക്ക് കടന്നു വരികയും പള്ളിയിൽ പാട്ടുകാരിയായി ശുശ്രൂഷ ചെയ്യാനും തുടങ്ങുകയാണ്, പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം വെളിപ്പെടുന്നത് എന്താണ്? ഇന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വളരെ ശക്തിയുള്ളതാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഒരു യാഥാർത്ഥ്യമാണ്. യേശു തന്നെയാണ് കുരിശിൻ കീഴെ നിൽക്കുന്ന അമ്മയെ നമുക്ക് അമ്മയായി നൽകിയിട്ടുള്ളത്.
യോഹന്നാൻ 19:26-27 വാക്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ യേശുവിന്റെ അമ്മയായി നമുക്കും അമ്മയായി സ്വീകരിക്കാം. മറ്റൊരു വലിയ യാഥാർത്ഥ്യം കർത്താവിനെ പഠിപ്പിച്ചത്, പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഒരു ശക്തിക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല യേശുവിന്റെ ജീവിതമാണ്. യേശുവിന്റെ ജീവിതം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിറയാൻ തുടങ്ങും. യേശുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ അതിനായി നമ്മെ സഹായിക്കുകയും ചെയ്യും. 1981കളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഈ 6 കുട്ടികളെ അവിടെയുള്ള ഗവൺമെന്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഒരു കള്ളക്കളിയാണ് ഇതെല്ലാം എന്ന് തെളിയിക്കാൻ വേണ്ടി ഡോക്ടേഴ്സിനെയും പോലീസുകാരെല്ലാം നിയോഗിച്ചു. ചോദ്യം ചെയ്യലുകളും മാനസികമായ പീഡനങ്ങളും എല്ലാം ഉണ്ടായി. മാനസിക ആരോഗ്യ ഹോസ്പിറ്റലിൽ പോലും ഈ കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. മാനസികമായി അവരെ തകർത്തു. മിരിയാന എന്ന ആ പെൺകുട്ടിക്ക് കോളേജിൽ പോലും സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കുന്നത് ജയിൽ പുള്ളികൾ പഠിക്കുന്ന ഒരു കോളേജിലാണ്. അത് അവസാനമാണ് ലഭിക്കുന്നത്. എല്ലാവിധത്തിലും ഈ കുട്ടികൾ ആത്മീയമായി ശക്തി പ്രാപിച്ചെങ്കിലും ശാരീരികമായും ഭൗതികമായും തകർന്നു പ്രിയപ്പെട്ടവർ. എല്ലാവരും ഒറ്റപ്പെട്ടു. അനേകർ ഇവരെ കാണുമ്പോൾ വഴിമാറി നടക്കാൻ തുടങ്ങി. കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. ഇവരോട് അടുപ്പം ഭാവിച്ചാൽ അവർക്ക് ആപത്ത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭവനത്തിൽ പോലും ചില കുട്ടികൾ ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ചില മാതാപിതാക്കൾ ഇവരുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. മിരിയാന പറയുകയാണ്, ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ വേദന മാതാപിതാക്കൾ അറിയിക്കാതിരിക്കുവാൻ ബാത്റൂമിൽ കയറും. അങ്ങനെ ആ വെള്ളം തുറക്കും. ആ ശബ്ദത്തിൽ ഞാൻ പൊട്ടിക്കരയും. ശേഷം മാതാപിതാക്കൾ കാണാതെ ഞാൻ ടെറസിൽ പോയിരുന്ന് ജപമാല ധ്യാനിക്കും. മിരിയാന പറഞ്ഞ യാഥാർത്ഥ്യം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് ലോകത്തിലുള്ള സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാനുള്ള ശക്തി ഞാൻ സ്വീകരിക്കുകയായിരുന്നു. ആ സ്വർഗീയ ശക്തി ഞാൻ സ്വീകരിച്ചു. എന്നെ വെറുക്കുന്നവരോട് സ്നേഹിക്കാനുള്ള ശക്തി ഞാൻ അവിടെ വെച്ചാണ് സ്വീകരിച്ചത്. അങ്ങനെ ഇപ്രകാരം അവരുടെ ജീവിതം മുന്നോട്ട് പോയി. വല്ലാത്ത വേദനയിലും പീഡനങ്ങളും എല്ലാം കടന്നുപോയി. എന്ന പരിശുദ്ധ അമ്മ ഈ മക്കളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഒത്തിരി സ്വർഗീയ ദൂതുകൾ വെളിപ്പെടുത്തി സുവിശേഷത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി. ദൈവസ്നേഹത്തിന്റെ ആവശ്യകത പരിശുദ്ധം ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പീഡനങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ഒരു അരുവിയിൽ മുങ്ങാത്തവരാണ്. ദൈവസ്നേഹം അനുഭവിക്കാത്ത വ്യക്തികളാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഒരു വേദനയായി പ്രതിസന്ധിയായി നിലകൊള്ളുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? 1994കളിൽ യുഗോസ്ലാവിയ എന്ന രാജ്യത്ത് വലിയൊരു കലാപം വരികയാണ്. അവിടെയുള്ള ക്രൊയേഷ്യൻ വംശജരും സെർബിയക്കാരും മുസ്ലിം വംശജരും പരസ്പരം പോരാടുകയാണ്. ആ രാജ്യം തന്നെ പിളരുകയാണ് പ്രിയപ്പെട്ടവർ. അവിടെ കമ്മ്യൂണിസം തകരുന്നു, ജനാധിപത്യം കടന്നു വരുന്നു. ഈ സമയത്ത് ആ യുദ്ധനാളുകളിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. യുഗോസ്ലാവിയൻ ഗവൺമെന്റ് മെഡ്ജുഗോറിയ ഗ്രാമത്തെ ബോംബിട്ട് തകർക്കാൻ ആലോചിക്കുകയാണ്. അവരുടെ പോർവിമാനങ്ങൾ പാഞ്ഞു വന്നപ്പോൾ മെഡ്ജുഗോറിയൻ ഗ്രാമവാസികൾ എല്ലാവരും ജപമാല ധ്യാനിച്ച് മുറ്റമിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്ന ആ സ്ഥലത്തെ സംരക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. എന്താണ് സംഭവിച്ചത്? ആ പോർവിമാനങ്ങളിൽ ഇരിക്കുന്ന പൈലറ്റുമാർക്കൊന്നും താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വെള്ള പാട മാത്രമേ അവർ കണ്ടുള്ളൂ. ലക്ഷ്യസ്ഥാനം കണ്ടെത്താതെ വന്നപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ മെഡ്ജുഗോറിയൻ ഗ്രാമം മാത്രം പ്രത്യേകമായി ആ യുദ്ധത്തിൽ സംരക്ഷിക്കപ്പെട്ടു. രാജ്യം രണ്ടായി പിളർന്നു. ഒന്ന് ബോസ്നിയ, 2 ക്രൊയേഷ്യയായി മാറി. അതിൽ ബോസ്നിയ എന്ന രാജ്യത്താണ് ഇപ്പോഴും മെഡ്ജുഗോറിയ നിലകൊള്ളുന്നത്. അതിനുശേഷം വന്ന ജനാധിപത്യ ഗവൺമെന്റാണ് പിന്നീട് വന്നത്. അതിനുശേഷം ഈ പ്രത്യക്ഷീകരണം വീണ്ടും തുടർന്നു. ലക്ഷങ്ങൾ അവിടേക്ക് കടന്നു വരാൻ തുടങ്ങി. മിരിയാനെയും കൂട്ടുകാരെയും എല്ലാം പീഡിപ്പിച്ചിരുന്ന വ്യക്തികളെല്ലാം തകർന്നുപോയി. അനേകർ മരിച്ചു വീണു. അനേകർ ഇന്ന് ജയിലുകളിലാണ്. എന്നാൽ ആ 6 കുട്ടികൾ ഇന്നും അവിടെയുണ്ട്. അവർ ഇപ്പോൾ വലിയവരാണ്. എന്നാൽ അവരിലൂടെ ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. അവർ അനേക രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് ജനത്തോട് സംസാരിക്കുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്.
പ്രാർത്ഥനയുടെ മുന്നിൽ ഒരു രാജ്യത്തിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിശ്ചയമായും സ്വർഗം ഇറങ്ങി വരും. ദൈവപിതാവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏകദേശം 5ഓളം ദിവസങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ അവസാന ദിവസം പ്രസാദച്ചന്റെ വലിയ ഇടപെടൽ മൂലം പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട വിക്ക എന്ന പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട ആ ഭവനത്തിൽ പോകാൻ എനിക്ക് സാധിച്ചു. അവിടെ ഏകദേശം ഒറ്റയ്ക്ക് 2 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവം ഒരു അവസരം നൽകുകയാണ്. അതിനുശേഷം ഞങ്ങൾ ടീം എല്ലാവരും വീണ്ടും ഒരുമിച്ച് അതേ വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടി. അവിടെ ഒരു സഹോദരൻ, ഇസ്രായേലിൽ നിന്നുള്ള ഒരു വ്യക്തി ഞങ്ങളോട് പരിശുദ്ധ അമ്മയുടെ വിക്കയോടുള്ള ആ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. അതിപ്രകാരമാണ് പറഞ്ഞത്. വിക്ക എന്ന ആ പെൺകുട്ടിക്ക് ഈ പ്രത്യക്ഷത്തിന് മുൻപ് തന്നെ ജപമാല കൊടുക്കുകയാണ്. അതെപ്രകാരമാണ്, അവർ ഗ്രാമവാസികളാണ്, കൃഷിക്കാരാണ്. അങ്ങനെ അവർ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്തുള്ള അവരുടെ ആ ചെറിയ ട്രാക്ടറിൽ ഒരു ജപമാല അവർ കണ്ടെത്തുകയാണ്. അങ്ങനെ അവർ സ്വന്തം വീടിന്റെ അയൽപ്പക്കത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചു, ഈ ജപമാല നിങ്ങളുടേതാണോ? അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളുടേതല്ല. അങ്ങനെ ഇടവക വികാരിച്ചോട് പറഞ്ഞു. വികാരിച്ചൻ പള്ളിയിൽ വിശുകുർബാനയുടെ മധ്യേ അനൗൺസ് ചെയ്തു, ഒരു ജപമാല ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടേതാണോ? കാരണമുണ്ട് അത് അനൗൺസ്മെന്റ് ചെയ്യാൻ. കാരണം ആ കാലഘട്ടങ്ങളിൽ ഒരു ജപമാല പോലും മേടിക്കാൻ കിട്ടില്ല. കാരണം അത്രയും സ്ട്രിക്റ്റ് ആണ്, നിരീശ്വരവാദമാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല, ബൈബിള് പോലും മേടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു ജപമാല ലഭിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു, ആര് പറഞ്ഞു ഞങ്ങളുടേതല്ല. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഉണ്ടാകുന്നത്. വിക്ക എന്ന ആ പെൺകുട്ടി ചോദിക്കുകയാണ് പരിശുദ്ധ അമ്മയോട്, അമ്മേ, ഒരു ജപമാല എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സമയത്ത് അമ്മ പറഞ്ഞു, ഇത് നിനക്കുള്ള, നിന്റെ കുടുംബത്തിനുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ആ ജപമാല അവിടെയുണ്ട്, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ ശരീരത്തിലൂടെ വൈദ്യുതി തരംഗം കടന്നു പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പ്രിയപ്പെട്ടത്, അനേകം വ്യക്തികളും കുടുംബങ്ങളും അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അതിൽ അനേകം യുവതി യുവാക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം ഞാൻ കണ്ടു. അവരെല്ലാം മുട്ടുമിൽ നിന്ന് ജപമാല ധ്യാനിക്കുകയാണ്. ഞാൻ 5 ദിവസം അവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചത് വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു ആനന്ദം. അവിടെ നിന്ന് പോരാൻ സാധിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും അവിടെ നിന്ന് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വേദന മനസ്സിലുണ്ട്. കാരണം മിരിയാന പറഞ്ഞ അതേ യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യക്ഷീകരണം അനുഭവിക്കുമ്പോൾ അത് കഴിയല്ലേ എന്നാണ് ആ കുട്ടി ആഗ്രഹിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മെഡ്ജുഗോറിയിലായിരുന്നപ്പോൾ ഞാനും ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ്. ഇത് കഴിയല്ലേ, ഈ സമയങ്ങൾ കഴിയല്ലേ എന്നാണ് ഞാനും ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മെഡ്ജുഗോറിയയിൽ പരിശുദ്ധമ്മ ധാരാളം സന്ദേശങ്ങൾ അറിയിച്ചു. അതെല്ലാം നമുക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശപ്രകാരം തന്നെയാണ് മാനസാന്തരപ്പെടുക, കർത്താവിലേക്ക് തിരിച്ചു വരിക, ദൈവസ്നേഹത്താൽ നിറയുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, വിശുകുർബാനയിലേക്ക് തിരിച്ചു വരിക. ഇതെല്ലാം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സന്ദേശങ്ങളാണ്. സ്നേഹത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധമ്മ കൂടെ കൂടെ അവിടെ ആഹ്വാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മ വഴിയായി കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.